ഫാഇൽ അവർ മഫ്ഊൽ. ഫാഇൽ ആസിഫ് ആയ, റാഷിദ റോയി, ഹമീദ് ഖായേഗ. ആസിഫ് വന്നു, റാഷിദ കരഞ്ഞു, ഹമീദ് തിന്നു. ഈ 3 ഉദാഹരണങ്ങളിലും ആരാണോ ഫെയിൽ ചെയ്തത് അയാൾ ആണ് ഫായിൽ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തേതിൽ ആസിഫാണ്, രണ്ടാമത്തേതിൽ റാഷിദ ആണ്, മൂന്നാമത്തേതിൽ ഹമീദാണ്. അപ്പോൾ എന്താണ് ഫായിൽ എന്ന് ചോദിച്ചാൽ ഫായിൽ ഓ ഇസ്മ ഒരു ഇസ്മിനാണ് ഫായിൽ എന്ന് പറയുക. എങ്ങനെയുള്ള ഇസ്മാണ്? ജോ ഫീല് യാ കാം പ്രവർത്തനം അല്ലെങ്കിൽ ജോലി, അതിനെ സറംജാം ദേ അതിനെ പൂർത്തീകരിച്ച് തരുന്നു. അപ്പോൾ ഫീലിനെ പ്രവർത്തനത്തിനെയൊക്കെ പൂർത്തീകരിക്കുന്ന ഇസ്മാണ് ആരെ? ഫായിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കരയുക അല്ലെങ്കിൽ വരിക അല്ലെങ്കിൽ തിന്നുക ഇതിനെ പൂർത്തീകരിക്കുന്ന ഇസ്മുകളാണ് ഹമീദ്, റാഷിദ, ആസിഫ് എന്നുള്ളതൊക്കെ. എന്നാൽ മഫ്ഊല് എന്ന് പറഞ്ഞാൽ റാഷിദാനെ റോട്ടി ഖായി, ഹാമിദിനെ കിതാബ് പഠി. ഇവിടെ റാഷിദ റൊട്ടി തിന്നു, അതുപോലെ തന്നെ ഹാമിദ് കിതാബ് പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ റാഷിദ റൊട്ടിയാണ് തിന്നുന്നത്, അതുപോലെ തന്നെ ഹാമിദ് കിതാബാണ് പഠിക്കുന്നത്. അപ്പോൾ മഫ്ഊല് എന്ന് പറഞ്ഞാൽ ഓ ചീസ് ഒരു വസ്തുവാണ്, യാ ദാത്ത് അല്ലെങ്കിൽ ഒരു ശരീരം, ഹേ എങ്ങനെയുള്ള ദാത്ത് ഒരു ശരീരമാകുന്നു, ജിസ്പർ കോയി ഫീല് വാക്കിയോ അതിൻ്റെ മേലിൽ വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കിതാബിൻ്റെ മേലെ പഠിക്കുക എന്നുള്ള സംഗതി, റൊട്ടിൻ്റെ മേലെ തിന്നുക എന്നുള്ള സംഗതിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതിനാണ് മഫ്ഊല് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സസൈസ് നോക്കാം. മുന്ദർജ സെയിൽ ജുംലോ മേ സെ ഫാഇൽ അലഗ് കർക്കെ ലിഖിയെ. താഴെയുള്ള ജുംലകളിൽ നിന്ന് ഫായിൽ വേർതിരിച്ച് എഴുതുക. ബസ് തേസ് ചൽത്തി ഹെ, ബസ് വേഗത്തിൽ ഓടുന്നു. റാഷിദിനെ കലം ഖരീദ, റാഷിദ് പേന വാങ്ങി. ഉസ്താദ് സ്കൂൾ ജാത്തെ ഹെ, ഉസ്താദ് സ്കൂളിലേക്ക് പോകുന്നു. മേരാ ദോസ്ത് കേൽ രഹാ ഹെ, എൻ്റെ കൂട്ടുകാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. തോലിബെ ഇൽമ ഉസ്താദ് കി ഖിദ്മത്ത് കർത്താ ഹെ, വിദ്യാർത്ഥി ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യുന്നു. അടുത്തത് മുന്ദർജ സെൽ ജുംലോമേ സെ മഫ്ഊൽ അലഗ് കർക്കെ ലിഖിയെ. താഴെയുള്ളവയിൽ നിന്ന് മഫ്ഊലിനെ വേർതിരിച്ചത്. അസ്ലം കിതാബ് പഠിത്താ ഹെ, അസ്ലം കിതാബ് പഠിക്കുന്നു. ബില്ലി ചൂഹെ പകർത്തി ഹെ, പൂച്ച എലിയെ പിടിക്കുന്നു. ലഡ്കേനെ ബാപ്പ് കോ ദേഖ, കുട്ടി വാപ്പയെ കണ്ടു. ഹാത്തിനെ ഗന കാത്ത ഹെ, ആന കരിമ്പ് തിന്നുന്നു. ഹമീദിനെ ടോപ്പി പഹിനി, ഹമീദ് തൊപ്പി ധരിച്ചു. ഇനി ഇതുപോലെ 3 ജുംലകൾ ഇങ്ങനെ നിങ്ങൾ എഴുതുക. അതായത് ഫായിലുള്ള 3 ജുംല എഴുതുക, മഫ്ഊലുള്ള 3 ജുംലകൾ എഴുതുക. അത് രണ്ടും ഫീലി ആയിട്ടുള്ള, അതായത് ഫീലും ഫായിലും വരുന്ന ജുംലകളാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.